അതായത് സർക്കാരിന്റെ പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരു വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ്, CPMന്റെ ഒരു വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോൾ അതിന് എന്താണ് CPM അർത്ഥമാക്കുന്നത്? അവർ പൊതുജനങ്ങളെ അവർക്ക് കാഴ്ചവെക്കുക എന്നാണോ, അല്ലെങ്കിൽ പല പുരുഷന്മാർക്ക് കാഴ്ചവെക്കുക എന്നാണോ? എന്താണ് അവർ അർത്ഥമാക്കുന്നത്? ഇത് CPMന്റെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പറയേണ്ട ഉത്തരവാദിത്തമാണ്. മറുപടി പറയേണ്ട ഉത്തരവാദിത്തം അതിനുണ്ട്. ഈ വിജയിച്ചു വന്ന ആളുകള് പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലോക്കൽ ബോഡി മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, ആ ഗവൺമെന്റിനോട് ആ പ്രാദേശിക ഗവൺമെന്റിൽ ഒരുപാട് ജോലിഭാരമുള്ള ആളുകളാണ്. അപ്പൊ അവിടേക്ക് വിജയിച്ചു വന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകളൊന്നും തന്നെ ഇനി അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ വീട്ടിൽ തന്നെ നിൽക്കുകയാണോ? മറുപടി പറയണ്ടേ? അവർ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇതിന് മറുപടി പറയണ്ടേ? ഇതിന് അവരുടെ നേതാക്കൾ മറുപടി പറയണം. അതായത് വിജയിച്ചു വന്ന ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാനൽ വിജയിച്ചു വന്നിട്ടുള്ള പഞ്ചായത്ത് അംഗങ്ങൾ ഇനി പഞ്ചായത്തിൽ പോവാതെ, അല്ലെങ്കിൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റാതെ, ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണല്ലോ പഞ്ചായത്തിലേക്ക് വിജയിച്ചു വന്നിട്ടുണ്ടായിരിക്കുക, ലോക്കൽ ബോഡിയിലേക്ക് വിജയിച്ചു വന്നിട്ടുണ്ടായിരിക്കുക. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല, അല്ലെങ്കിൽ കുറെ ബ്ലോക്ക് പഞ്ചായത്തുകൾ പ്രതിപക്ഷമില്ലെങ്കിലും പ്രതിപക്ഷമുള്ള ജില്ലാ പഞ്ചായത്തുകളും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും ഉണ്ട് ഇവിടെ. അവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാനൽ വിജയിച്ചു വന്നിട്ടുള്ള പാർട്ടിയുടെ ആളുകളെ, സ്ത്രീകളെ എന്താണ് ഇവർ ചെയ്യുന്നത്? അവരിനി പൊതുരംഗത്തൊന്നും ഇറക്കാതെ വീട്ടിൽ തന്നെ നിർത്തുകയാണോ? അതോ അവർ പൊതുരംഗത്ത് ഇറക്കിയിട്ട് ആളുകൾക്ക് വേണ്ട സർവീസുകൾ ചെയ്തു കൊടുക്കുമോ? അങ്ങനെ നടത്തുന്ന സർവീസുകൾക്ക് എന്താണ് അവർ പേര് നിശ്ചയിക്കാൻ പോകുന്നത്? കാഴ്ചവെക്കുക എന്നാണോ? പൊതുജനങ്ങൾക്ക് നടത്തുന്ന, അതായത് സർക്കാരിന്റെ പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരു വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ്, CPMന്റെ ഒരു വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോൾ അതിന് എന്താണ് CPM അർത്ഥമാക്കുന്നത്? അവർ പൊതുജനങ്ങളെ അവർക്ക് കാഴ്ചവെക്കുക എന്നാണോ, അല്ലെങ്കിൽ പല പുരുഷന്മാർക്ക് കാഴ്ചവെക്കുക എന്നാണോ? എന്താണ് അവർ അർത്ഥമാക്കുന്നത്? ഇത് CPMന്റെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പറയേണ്ട ഉത്തരവാദിത്തമാണ്. മറുപടി പറയേണ്ട ഉത്തരവാദിത്തം അതിനുണ്ട്. ഞങ്ങളുടെ ആവശ്യം, ഈ സയ്യിദ് അലി മജീദ് എന്ന് പറയുന്ന വ്യക്തി, ഏറ്റവും മോശമായ വാക്കുകൾ പ്രയോഗിച്ചിട്ടുള്ള വ്യക്തി, അദ്ദേഹം സത്യപ്രതിജ്ഞ ചൊല്ലി ഈ കേരളത്തിലെ അല്ലെങ്കിൽ തെന്നല പഞ്ചായത്തിലെ ഒരു ജനപ്രതിനിധി ആകാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ഈ വിജയിച്ചു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വിജയത്തെ അസാധുവാക്കിക്കൊണ്ട് അവിടെ വേറെ തെരഞ്ഞെടുപ്പ് നടത്തണം. അത്ര മോശമായ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വന്നിട്ടുള്ളത്.